ഇപ്പൊ എല്ലാവരും കമന്റ് തിരിച്ചു പറയാൻ തുടങ്ങി. നോക്കൂ സുൽത്താൻ, നോക്കൂ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, അതുപോലെ പഠിക്കണം, ഏത് കോഴ്സാണ് നോക്ക്, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഹസ്ബൻഡിന്റെ വീട്ടിൽ പെർമിഷൻ നോക്കണം, സ്വന്തം വീട്ടിൽ പെർമിഷൻ നോക്കണം, പിന്നെ വീട്ടിൽ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രയാസം എങ്ങനെ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞൊരു. ലക്കി ഡ്രോ പോലെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് ടി വി, സ്മാർട്ട് ഫോൺസ്, ബൈസിക്കിൾസ് അങ്ങനത്തെ കിട്ടും. പിന്നെ ആമസോൺ വൗച്ചർ, അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഡെയിലി നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് എവിടെയാണ് എൻ്റെ കോഡർ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇന്ന് വന്നിട്ടുള്ളത് സുൽത്താനയാണ്. ഇവിടെ കണ്ണൂർ ബ്രാഞ്ചിൽ 2 വർഷം മുമ്പ് കോഴ്സ് കംപ്ലീറ്റ് ആയി ഇപ്പോൾ എക്സൽ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിൽദർ സുൽത്താന നമ്മളെ ഡിലൈറ്റ് സ്റ്റുഡൻ്റാണ്. 2 കൊല്ലം മുമ്പ് ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ അവരെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, എന്തും ചോദിക്കാം നിങ്ങൾക്ക്, അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. അപ്പം ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാഗം നേരുന്നു. താങ്ക് യു. പേര് ഫിദ. ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയാളാണ് എക്സൽ ഹെൽത്ത് കെയറിൽ. നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്ത ടൈമിൽ? എല്ലാവരും പോലെ എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെൻറ്റും പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു ഡിഗ്രി ചെയ്തിരുന്നത്, പള്ളിക്കുന്ന് വുമൻസ് കോളേജ്. അപ്പോൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ കല്യാണം കഴിഞ്ഞു, മോളായി. ഒരു 6 ഇയേഴ്സ് ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെ ഞാനൊരു പഠിക്കാൻ വേണ്ടി ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. എനിക്ക് ഇഷ്ടം സയൻസ് ഫീൽഡ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 6 ഇയേഴ്സ് ഗ്യാപ്പും ഒരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കെല്ലാം സാധിക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായി. അപ്പം ഫസ്റ്റ് ഓഫീസിൽ ഇത്രയും വലിയൊരു എന്താ പറയുക 6 ഇയേഴ്സ് ഗ്യാപ്പിൽ ഇത്രയും വലിയൊരു കമ്പനിയാണ് ഒപ്റ്റം എന്ന് പറയുന്നത്. ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പം കുട്ടിക്ക് അവിടെ പോയാൽ ശരിക്കും മനസ്സിലാവും എന്താണ് അവിടെ ഒരു കമ്പനി, ഒരു കോർപ്പറേറ്റ് ലൈഫിൽ എത്തിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടായില്ല. ജസ്റ്റ് ഒരു ക്യാമ്പസ്, അതാണ് അവിടെ. ICD ആണ് അവിടെ കോഡിങ് പ്രോജക്റ്റ് വരുന്നത്, CPT ഇല്ല. പിന്നെ നമ്മൾ ഓരോ കമ്പനിയിൽ ചെല്ലുമ്പോഴും അവർക്ക് അവരുടേതായ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ഗൈഡ് ലൈൻസ് ആയിക്കോട്ടെ, നമ്മളിവിടെ പഠിച്ച ഗൈഡ് ലൈൻസ് അല്ല, അവർക്ക് അവരുടേതായ ഒരു സ്പെസിഫിക്സ് ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അപ്പം 2 വീക്സ് എന്തായാലും ട്രെയിനിങ് ഉണ്ടാവും. അതിപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ സാർ പറഞ്ഞ ഒരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെ അറിയണം, എങ്ങനെ എക്സൽ ഷീറ്റ് എങ്ങനെ നമുക്ക് അതിൽ വർക്ക് ചെയ്യാം, അങ്ങനെ ഓവറോൾ എല്ലാം പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അയ്യോ എനിക്കത് അറിയില്ലല്ലോ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. ട്രെയിനർ എല്ലാം A to Z പറഞ്ഞു തരും. അപ്പോൾ ഈസിയാണ്. സാധാരണ രീതിയിൽ ഒരു കമ്പനി 5 മാസം കഴിഞ്ഞാൽ വേറെ കമ്പനിയിലേക്ക് ചാടാൻ കൂടുതൽ പാക്കേജ് ഇല്ല, എനിക്ക് അങ്ങനെ ഫീൽ വന്നിട്ടില്ല, തോന്നിയിട്ടില്ല. എനിക്ക് ഒപ്റ്റത്തിൽ തന്നെ ഇനി 2 വർഷം കൂടി വർക്ക് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. ജോയിൻ ചെയ്യുന്ന സമയത്ത് 29 ആയിരുന്നു, ടേക്ക് ഓഫ് 27, EPF അഴിച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഇപ്പം അത്ര അല്ല. അപ്പൊ നമ്മള് ഒപ്റ്റത്തിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ എമ്മട്ട് പറയുന്നത് പേ ഫോർ പെർഫോമൻസ് ആണ് അവിടുത്തെ റൂള്. പേ ഫോർ പെർഫോമൻസ്, നമ്മൾ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് അവിടെ ഹൈക്ക് തരിക. എല്ലാ ഇയറും മാർച്ച് നമുക്കൊരു ഹൈക്ക് ഉണ്ടാവും, എല്ലാ ഇയറും ബിസിനസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർച്ച് ഹൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ജാനുവരി മുതൽ ഒക്ടോബർ വരെ ആ 10 മന്തിലുള്ള നമ്മൾ വർക്കിന്റെ ഡാറ്റ മൊത്തം അവരെടുക്കും. സുൽത്താനൊക്കെ ഇപ്പോൾ ആർക്കാണ് ഇത്ര പിന്നെ ക്വാളിറ്റി എല്ലാ മന്തും ടാർഗറ്റ് അച്ചീവ് ആക്കിയോ, എല്ലാ മന്തും ക്വാളിറ്റി അച്ചീവ് ആക്കിയോ, അപ്പോൾ ഇത്ര സ്കോർ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ റേറ്റിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷന് റേറ്റിംഗ് കൊടുക്കുന്നില്ലേ, 1 സ്റ്റാർ 2 സ്റ്റാർ, അപ്പോൾ 5 സ്റ്റാർ മാക്സിമം. അങ്ങനെ ആ ഒരു സ്റ്റാർ ഇടും സൂപ്പർവൈസർ HR കൊടുക്കും. അപ്പോൾ ഇത്ര സ്റ്റാറിന് ഇത്ര ഹൈക്ക് കൊടുക്കാം അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ സാലറി, പിന്നെ എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും സാലറി. അപ്പോൾ ആര് സാലറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല. റസ 1 മന്ത് ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. അവിടുത്തെ ഇന്റർവ്യൂ കാര്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ എക്സാം എഴുതുന്നതിന് മുന്നേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. എക്സാമിന് ശേഷമാണ് ഒപ്റ്റം വന്നത്. ഒരു റൗണ്ടായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അത് ഏത് ഇന്റർവ്യൂവിലും ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യും. അത് നന്നായി പ്രിപ്പയർ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല എന്തായാലും.
അപ്പോൾ അതൊക്കെ നല്ല സെറ്റാക്കി വെക്കുക, നന്നായി ഡ്രസ്സ് ചെയ്യുക. അപ്പം കടയിൽ നിന്ന് ഓവറോൾ എല്ലാം പറഞ്ഞുതരും, എങ്ങനെയാണോ ഒരു ഇൻ്റർവ്യൂവിൽ അപ്പിയർ ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ഡ്രസ്സ് കളർ അതുവരെ എല്ലാം പറഞ്ഞുതരും ടോട്ടൽ. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാം ഇവിടുന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിച്ചിട്ട് പോവുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, അത്ര തന്നെ. അനാട്ടമി ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഒപ്റ്റം ആയതുകൊണ്ട് അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ICD ആയാണ് ഓൺ ഗോയിങ് പ്രോജക്റ്റ് ICD. അപ്പം ICD റിലേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു. അതുകൊണ്ട് പിന്നെ ഒരു റൗണ്ട് 1 hour ആയിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. എൻ്റെ പേര് നൈവേദ്യ. ഇപ്പം നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ ഇരുന്നിട്ട് കോഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ക്വസ്റ്റ്യൻ നോക്കി കോഡ് എടുത്ത് ചെയ്യുന്നു. ഇപ്പം അതിൻ്റെ അകത്ത് നിന്ന് മാറി ഇപ്പോൾ ജോബിലേക്ക് വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ക്വസ്റ്റ്യൻസ് അല്ല, അവിടെ ഇങ്ങനെ കേസ് സ്റ്റഡി അല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കോഡ് എടുക്കുന്ന രീതികളും അതൊക്കെ നമ്മളെ ക്ലാസ്സും അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് കോഡ് എടുക്കുക. പക്ഷേ വർക്കിന് കയറുമ്പം ഇപ്പോൾ ഒപ്റ്റത്തിലാണെങ്കിൽ അവർക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഡിസീസ് ആണെങ്കിൽ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഒരു ഡിക്ഷണറി പോലെ അടിക്കുമ്പോൾ നമുക്കതിൻ്റെ കോഡ്സ് വരും. ഇനിയിപ്പോൾ കോഡ്സ് അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ നമുക്കതിൻ്റെ ഡിസീസ് എന്താണെന്ന് കിട്ടും. കറക്റ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഈസി റൂളാണ് അതിന്. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കയറിയപ്പോൾ 2 weeks ട്രെയിനിങ്, പിന്നെ ഒരു 1 week നമുക്ക് സാമ്പിള് ഷീറ്റ് തരും, പേഷ്യൻറ്റിൻ്റെ ചാർട്ട് തരും. അതിൽ ഇത്ര % മാർക്ക് വേണം, സ്കോർ ചെയ്യണം. 95 ആണ് ഒപ്റ്റം പറയുന്നത്. അപ്പം അവർ അത് നമ്മൾ ചെയ്ത ചാർട്ട് അവർ റിവ്യൂ ചെയ്യും, എന്നിട്ട് സ്കോർ ഇടും. 95 സ്കോർ ഇട്ടാൽ നമുക്ക് ലൈവ് വർക്കിലേക്ക് കയറാൻ പറ്റും. അഥവാ ആ ഒരു 1 week കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ചാൻസ് തരും. അങ്ങനെ കിട്ടിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒഴിവാക്കൊന്നും ചെയ്യില്ല, പിന്നെ നമുക്ക് ചാൻസ് തരും. നമ്മൾ പിന്നെയും പ്രൊമോട്ട് ചെയ്ത് ചാൻസ് തരും. പിന്നെ നമുക്ക് എന്താണ് എവിടെ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ അവർ ട്രെയിനിങ് തരും. അങ്ങനെ 1 week ആ ഒരു ജെം സ്റ്റോൺ എന്നാണ് അതിന് പറയാറ്. ട്രെയിനിങ് കഴിഞ്ഞ് 1 week ജെം സ്റ്റോൺ, പിന്നെ ലൈവിലേക്ക് വരും. പിന്നെ നമുക്ക് ആദ്യം കുറച്ച് ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊരു ഇതെന്ന് പറഞ്ഞാൽ ഡെയിലി ഇത്ര ചാർട്ട് ചെയ്യണം എന്നൊരു ടാർഗറ്റ് വരും. അപ്പം ഡെയിലി ഇത്ര ടാർഗറ്റ്, ഇപ്പം 25 ചാർട്ടാണെങ്കിൽ അന്ന് 25 തീർക്കണം വിത്ത് ക്വാളിറ്റി മസ്റ്റാണ്, നിർബന്ധമാണ്. 95 ക്വാളിറ്റിയാണ് അന്നേരം പറയാറ്. അപ്പോൾ 96 അങ്ങനെ ആയി. അപ്പോൾ ഫസ്റ്റ് നല്ലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഡെയിലി നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സത്യം പറഞ്ഞിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഒരു ചാർട്ട് ആ സമയത്ത് ഫസ്റ്റ് കയറിയ സമയത്ത് ഒരു ചാർട്ട് ചെയ്യാൻ 1/2 hour എടുത്ത ഒരു ചാർട്ട് ഇപ്പം ഞാൻ 5 minute 10 minute കൊണ്ട് ചെയ്യും. അതാണ് ഒരു ഡിഫറൻസ്. എല്ലാത്തിനും ഒരു ഇതുണ്ടാവുമല്ലോ, ഡിഫിക്കൽട്ടി ഫസ്റ്റ് ഉണ്ടാവും നമുക്ക്, പിന്നെ അത് ഈസിയായി വന്നു. നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ കോഡ് എടുക്കാൻ ഫസ്റ്റ് ഒരു ആവുമല്ലോ, എന്തായാലും ഉണ്ടാവും. ഏതൊരാൾക്കും ഒരു പുതിയൊരു ഫീൽഡല്ലേ. അപ്പോൾ നമ്മൾ വർക്കിന് കയറിയ സമയത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലാവും ഇതെവിടെയാണ്, ഇതെങ്ങനെയാണ്, ഈസിയായി തോന്നും. നമ്മൾ പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞു. പ്ലേസ്ഡ് ആയ സമയത്ത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടായിരുന്നോ? അതായത് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പെർമിഷൻ നോക്കണം, സ്വന്തം വീട്ടിൽ പെർമിഷൻ നോക്കണം, പിന്നെ വീട്ടിൽ കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രയാസം എങ്ങനെ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞൊരു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കോഡിങ് കണ്ണൂരില്ല. കണ്ണൂർ അതിൻ്റെ കമ്പനിയോ ഹോസ്പിറ്റലിലോ ഒന്നും ആ വർക്ക് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും കൊച്ചിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ എന്തായാലും പോയേ പറ്റൂ. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാമൊക്കെ എഴുതി പാസ് ഔട്ടായി വെറുതെ വീട്ടിൽ സർട്ടിഫിക്കറ്റ് വെച്ച് ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വീട്ടിൽ സംസാരിച്ച് ഹസ്ബൻഡിൻ്റെ ഒക്കെ പെർമിഷൻ വാങ്ങിച്ചു. മോള് ചെറുതാണ്. അപ്പം ആ സമയത്ത് ഒപ്റ്റം വർക്ക് ഫ്രം ഹോം ആഫ്റ്റർ ട്രെയിനിങ് വർക്ക് ഫ്രം ഹോം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഇപ്പം ഇവള് കുട്ടികളുടെ ഫിദ പറഞ്ഞ പോലെ പിന്നെ ഫസ്റ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യും. എനിക്ക് അന്നേരം 2 weeks ആയിരുന്നു. 3 star ഹോട്ടലിൽ നല്ല അക്കോമഡേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, ഓഫീസ് അടിപൊളിയാണ്. നമുക്ക് ബാംഗ്ലൂരും ലൈഫും അടിപൊളിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് സംസാരിച്ച് പെർമിഷൻ എടുത്ത് പോയി 3 month ബാംഗ്ലൂരുണ്ടായി. പിന്നെയാണ് വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലേക്ക് വന്നത്.
നമ്മൾ പിന്നെ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല നമ്മളെ എക്സ്ട്രാ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞല്ലോ ആദ്യം ക്യാമ്പസ് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ വീട്ടിലാരും ആ ഒരു 3 മാസമല്ലേ ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും വെർച്വലായിട്ട് ആക്ടിവിറ്റി ക്വിസ്, പിന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവർ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഓരോ എംപ്ലോയീസിൻ്റെയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒപ്പത്തിലുണ്ട്. പിന്നെ മന്ത്ലി നമുക്കൊരു ബാൻഡ് കിട്ടും, ഇത്ര സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്യണം ഒരു മന്ത് 8,000 സ്റ്റെപ്പ് അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലക്കി ഡ്രോ പോലെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് TV, സ്മാർട്ട് ഫോൺസ്, ബൈസിക്കിൾസ് അങ്ങനത്തെ കിട്ടും. പിന്നെ ആമസോൺ വൗച്ചർ അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാം ഉണ്ട് ഒപ്റ്റത്തിൽ. പിന്നെ ഓരോ ഇപ്പം ഇവിടുന്ന് കാടിയിൽ ഇപ്പം ക്രിസ്മസ്, ഓണം സെലിബ്രേഷൻ അതൊക്കെ എല്ലാം ഒപ്റ്റം ഒന്നും മിസ് ചെയ്യാറില്ല. എല്ലാ പ്രോഗ്രാംസും അവിടെ ഉണ്ട്. ക്യാമ്പസ് നമ്മൾ കോളേജ് ലൈഫ് പോലെ തന്നെയാണ് ആ കോർപ്പറേറ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ സുൽത്താൻ ഇപ്പം നമ്മൾ എസ്പെഷ്യലി ഒരു കമ്മ്യൂണിറ്റിയിലാവുമ്പോൾ ലേഡീസ് ഓക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, ഒരു നമ്മുടെ ലൈഫ് വേറൊരു രീതിയിലേക്ക് പോകുന്നു തോന്നിയിട്ടുണ്ടോ? അത് എങ്ങനെ കാണുന്നു ഇപ്പോൾ? ഫസ്റ്റ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഡേ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ഒരു ബാംഗ്ലൂർ പോയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ ഒരു കൂടുതൽ ആൾക്കാരില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു സൈഡായല്ലോ. പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരാണ്. നന്നായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും പറയാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എന്നെ ഒരു എക്സാമ്പിൾ ആക്കി വെച്ചിട്ടായിരുന്നു പറയാറ്. സുൽത്താനെ നോക്ക്, അവള് പഠിച്ചിട്ട് എന്താ ഒന്നും ആയില്ലല്ലോ, എത്ര നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു കമൻറ്റിനെ ചേഞ്ച് ആക്കി എല്ലാവരും കൊണ്ടും. ഇപ്പം എല്ലാവരും കമൻറ്റ് തിരിച്ചു പറയാൻ തുടങ്ങി. നോക്കൂ സുൽത്താനെ നോക്കൂ, ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നു, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, അതുപോലെ പഠിക്കണം, ഏത് കോഴ്സാണ് നോക്ക്, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അപ്പം അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ പങ്കെടുത്തുകൊണ്ടിരുന്ന പരിപാടി എവിടെയാണ് എൻ്റെ കോഡർ എന്നുള്ളതാണ്. നമ്മൾ ഒപ്റ്റത്തിലെ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ദിൽദർ സുൽത്താനിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. നല്ലൊരു ഇൻട്രാക്ഷൻ തന്നെയാണ് നിങ്ങൾ നടത്തിയത്. വർക്കിനിടയിലും നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ചീഫ് ഗസ്റ്റ് ദിൽദർ സുൽത്താനക്ക് താങ്ക് യു സോ മച്ച്.